കുട്ടികൾക്കുള്ള IT വീഡിയോ പാഠങ്ങളിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എട്ടാം ക്ലാസിന്റെ മൂന്നാമത്തെ പാഠത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. മലയാളത്തിലുള്ള ടൈപ്പിംഗ് ആണ് അമ്മയെന്ന് എഴുതാമോ കമ്പ്യൂട്ടറിൽ എന്ന പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കാനായിട്ട് ആ EN എന്ന് മുകളിൽ കാണുന്ന EN എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മലയാളം ആക്കുക. നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് മലയാളമായി. ആപ്ലിക്കേഷൻ ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ ലിബർ ഓഫീസ് തുറന്ന് നമുക്കതിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. പുസ്തകത്തിലെ പേജ് നമ്പർ 39 കീബോർഡ് ലേഔട്ട് നോക്കി ഓരോ കീകളുടെയും സ്ഥാനം മനസ്സിലാക്കുക. കുറച്ച് വാചകങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ കീബോർഡ് മലയാളത്തിലാക്കിയ ശേഷം താഴെയുള്ള വരികൾ ടൈപ്പ് ചെയ്യുക. കര, തട, കട, പദ, തകര, പരത. എന്നിങ്ങനെ നമുക്ക് മലയാളത്തിൽ ആവശ്യമുള്ള വാക്കുകളെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിന് മലയാളത്തിലെ കീകളും കീബോർഡിലെ കീകളുടെ സ്ഥാനം അറിഞ്ഞിരിക്കുക. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ക്രമീകരിച്ചിരിക്കുന്ന ഇത് മനസ്സിലാക്കുക. ഒരേ അക്ഷരത്തിൽ തന്നെ ഒരേ കീയിൽ തന്നെ 2 അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് മുകളിലത്തെയും താഴത്തെ അക്ഷരങ്ങൾ മാറ്റി മാറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായി വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം ടൈപ്പ് ചെയ്യാനാണെങ്കിൽ ക എന്നത് കെയിലുണ്ട്. ഇഖ എന്നത് ഷിഫ്റ്റ് അമർത്തി പിടിച്ച് കെ, ഗ അതിന് തൊട്ടു മുകളിലുള്ള ഐ, ഷിഫ്റ്റ് അമർത്തി പിടിച്ച ഐയിലൂടെ ഇഖ കിട്ടുന്നു. ഷിഫ്റ്റ് അമർത്തി പിടിച്ച യുയിലൂടെ ങ കിട്ടുന്നു. ഇപ്രകാരം നമുക്ക് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം. ചില്ലക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻ എന്ന അക്ഷരം ടൈപ്പ് ചെയ്യണമെങ്കിൽ ണ, ഡി വലതുവശത്തേക്കുള്ള ആരോ മാർക്ക്. ഇൻ ആണെങ്കിൽ വി, ഡി വലതുവശത്തേക്കുള്ള ആരോ മാർക്ക്. ഇർ, ജെ, ഡി വലതുവശത്തേക്കുള്ള ആരോ മാർക്ക്. ഇൽ, എൻ, ഡി വലതുവശത്തേക്കുള്ള ആരോ മാർക്ക്. എള്ള്, ഷിഫ്റ്റ് എൻ, ഡി വലതുവശത്തേക്കുള്ള ആരോ മാർക്ക്. ഇപ്രകാരം നമുക്ക് ചില അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം. ചില വാക്കുകൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ സഹ്ല എന്ന വാക്ക് ടൈപ്പ് ചെയ്താൽ സഹ്ല എന്ന വാക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സഹ്ല എന്നാകുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവയെ വേർതിരിക്കുന്ന ഒരു ചിഹ്നത്തിന് ശേഷം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സഹ്ല എന്ന് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയർ എന്ന് നേരെ ടൈപ്പ് ചെയ്താൽ ഇപ്രകാരമായിരിക്കും വരുന്നത്. അതുകൊണ്ട് സോഫ്റ്റ്വെയർ എന്ന് സെപ്പറേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാനായി സോഫ്റ്റ്വെയർ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീയുടെ മുകളിലുള്ള ആ ഇടതുവശത്തേക്ക് സ്ലാഷ് വരുന്ന ആ കീയിൽ അമർത്തുക. ഇപ്രകാരം നമുക്ക് ആ വാക്കിനെ പിരിച്ചു തന്നെ ടൈപ്പ് ചെയ്യാം.